പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 4-ാം ദിവസത്തേക്കാണ്. ഹല്ലേലൂയ. ജോബ് പറഞ്ഞു, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ. അത്രയേറെ സഹനങ്ങളിലൂടെ ജോബ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ദൈവമായ കർത്താവ് അത് അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് ജോബിൻ്റെ കുടുംബത്തിലേക്ക് സാത്താൻ കയറി ചെല്ലുന്നത്. അവൻ്റെ വസ്തുക്കൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റിയില്ല. വീണ്ടും യേശുനാഥൻ അവൻ്റെ ശരീരം വിട്ടുകൊടുക്കുകയാണ്. നീ എന്ത് വേണേലും ചെയ്തു കൊള്ളുക, പക്ഷേ അവൻ്റെ ജീവനിൽ മാത്രം നീ കൈവയ്ക്കരുത്, ആത്മാവിൽ നീ കൈവയ്ക്കരുതെന്ന് സാത്താനോട് ദൈവമായ കർത്താവ് കൽപ്പിച്ചു. വചനം ശ്രമിക്കാം. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനമാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധമേ, യേശുവിൻ്റെ അമ്മേ, വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോയ പരിശുദ്ധമ്മ എല്ലാ മക്കളുടെയും ജീവിതം കാണുന്നു, അറിയുന്നു. അമ്മയുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷമായ ഒരു ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദുഃഖത്തോടെയാണ് അമ്മ പുത്രനായ യേശുവിലൂടെ യേശുനാഥന്റെ വളർത്തച്ഛനായ യൗസേപ്പ് പിതാവിൻ്റെ കൂടെ കടന്നുപോയത്. വളരെയധികം സഹനങ്ങളിലൂടെ. ഹല്ലേലൂയ. അതുപോലെ ഒരു സഹനമാണ് ഇപ്പോൾ ജോബിന് വന്നത്. പക്ഷെ ജോബ് പോകുന്നില്ല. ജോബ് അവിടെ തന്നെ. അവൻ്റെ ശരീരം വളരെയധികം വേദന കൊണ്ടും എന്താ പറയാ, അങ്ങോട്ട് സഹിക്കും. ഹല്ലേലൂയ. ഉടനെ ജോബ് പറയണ്, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ടാകുമെന്ന് ജോബ് ചിന്തിക്കും. അതിലൂടെ 2-ാം വാക്യം, എൻ്റെ അനർത്ഥങ്ങൾ ക്ലാസ്സിൽ വെച്ചിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ, എൻ്റെ വേദനകൾ എല്ലാം തൂക്കി നോക്കിയിരുന്നെങ്കിൽ, അത് ക്ലാസ്സിൽ വെച്ചിരുന്നെങ്കിൽ, അവ കടൽ തീരത്തെ മണൽ തരിനേക്കാൾ ഭാരമേറിയതായിരിക്കും. മണൽ തരി, ജോബ് പറയണം, അവൻ്റെ ഓരോ വേദനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളെല്ലാം കടൽ തീരത്തെ മണൽ തരിക്ക് വരുന്ന ഭാരം പോലെയായിരിക്കും. ഹല്ലേലൂയ. അതിനാൽ എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. ജോബ് പറയുന്നു, എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. ഞാൻ അത്രമാത്രം വിശ്വനാഥനോട് ജോബ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവമായ കർത്താവ് ആൻസർ കൊടുക്കുന്നില്ല. കാരണം സാത്താനുമായി ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് സാത്താൻ തോക്കണം, ദൈവമായ കർത്താവ് വിജയിക്കണം. അപ്പോഴാണ് ജോബിന് നല്ല കാലം വരികയുള്ളൂ. ഹല്ലേലൂയ. 4-ാം വാക്യം,
സർവസത്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചു വച്ചിരിക്കുന്നു. യേശുനാഥൻ്റെ പകുതി പോലുമില്ല അല്ലേ? യേശുനാഥൻ എടുത്ത സഹനങ്ങൾ എന്തായിരുന്നു? ഒരു നിമിഷം ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റും? ഊഹിക്കാൻ പോലും പറ്റും. അത്രയും ഈ ലോകത്തിൽ ഏറ്റവും അധികം സഹനങ്ങളും വേദനകളും എല്ലാം കടന്നുപോയ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് നമ്മുടെ യേശുനാഥനാണ്. അത്രയേറെ സഹനങ്ങളും വേദനകളും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുനാഥൻ പറയുന്ന വലിയ ഒരു വാക്കുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട്: എല്ലാം പൂർത്തിയായി. പിതാവ് എന്നെ ഏൽപ്പിച്ച എല്ലാ വേലകളും ഞാൻ ഇതാ പൂർത്തിയാക്കി കഴിഞ്ഞു. കുരിശിൽ അവൻ പൂർത്തിയാക്കിയത്. അതാണ് സഹനം. ആ യേശുനാഥന്റെ സഹനത്തിന്റെ 1/4 ജോബിന് വന്നിട്ടില്ല. പക്ഷെ മനുഷ്യനെ അത് അതിനെ തോന്നാൻ പറ്റില്ല. കാരണം ഏതൊരു മനുഷ്യനും ചെറിയ സഹനങ്ങളും ഇച്ചിരി വലിയ സഹനങ്ങളും വന്നാലും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സഹനങ്ങൾ എന്ന് പറഞ്ഞ് അവൻ അലറാൻ തുടങ്ങും. എന്നാൽ യേശുനാഥൻ പറഞ്ഞത് എന്താണെന്ന് കുരിശിൽ 7 പ്രാവശ്യം യേശുനാഥൻ സംസാരിക്കുന്നുണ്ട് കുരിശിൽ കിടന്ന്, അല്ലേ? അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ പ്രാർത്ഥന? 3 കാരിരുമ്പാണികളിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ ആദ്യത്തെ ഒരു പ്രാർത്ഥനയാണ്. ആർക്കെങ്കിലും അറിയുമോ എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഒരു ദൈവപുത്രന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ഇത്രയേറെ കഠിന വേദനയും ഒരു ഗ്ലാസ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ തൊണ്ട ഉണങ്ങിയിരിക്കുമ്പോൾ യേശുനാഥൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്: ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. അവസാനം പറയണ എല്ലാം പൂർത്തിയായി. വിനാഗിരി കുടിക്കാൻ കൊടുത്തപ്പോൾ യേശുനാഥനെ രുചിച്ചു നോക്കി, കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ യേശുനാഥൻ പറഞ്ഞു: എല്ലാം പൂർത്തിയായി. ഈ ലോക ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയെ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മുടെ നസറനായ യേശുവാണ്. എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച യേശു തമ്പുരാനെയാണ് നമ്മുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വചനം: എൻ്റെ ജീവൻ അവയുടെ വിഷപാനം ചെയ്യുന്നു. എൻ്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു. എൻ്റെ ജീവൻ, അവൻ്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കണ്ടു, ഒരുപാട് വേദനകളിലൂടെ ജോബ് കടന്നു പോവുകയാണ്. സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. കാരണം വൃണ്ണങ്ങൾ കൊണ്ട് അവൻ്റെ അധരങ്ങളൊക്കെ മൂടിയിരിക്കുകയാണ്. കംപ്ലീറ്റ് ശരീരങ്ങളെല്ലാം, കണ്ണ് മാത്രം കാണാം. അവൻ്റെ വേണ്ടപ്പെട്ടവർ വന്ന് 7 ദിവസം അവരെ കൂടെ താമസിച്ചിട്ട് പോലും ഒരക്ഷരം അവർക്ക് മിണ്ടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിഞ്ഞിരിക്കുന്നു. യോബ് പറയുന്നു 4-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിഞ്ഞു നിരന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ പറയണം 5-ാം വാക്യം, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? ഒരു കഴുതയെ യോബെടുത്ത് പുറത്തേക്ക് തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? അതിൻ്റെ അർത്ഥം അത്രയേറെ
ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് വളരെയധികം തൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് ജോബിന് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ പറ്റാത്ത കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ ജോബ് സ്വയം പറയുകയാണ്, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ട് കഴുത കരയുമോ, തീറ്റി മുൻപിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ. ഉടനെ കാളേനും എടുത്തിട്ട് തിന്നാൻ പുല്ലുള്ളപ്പോൾ കാള മുക്കറയിടുമോ, രുചിയില്ലാത്തതും ഉപ്പു ചേർക്കാത്തതും തിന്നാൻ ആകുമോ. രുചിയില്ലാത്തതും ഉപ്പു ചേർക്കാത്തതും തിന്നാൻ ആകുമോ. അദ്ദേഹം സഹിക്കുന്ന വേദനയാണ് ആ പറയുന്നത്. ഉപ്പില്ലാത്ത ഭക്ഷണം, ഉപ്പില്ലാണ്ട്, കാരണം നീറും. അപ്പോൾ വളരെയധികം വിഷമത്തിലൂടെയാണ് ജോബ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ജോബ് പറയുന്നു, മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ. അത് മുട്ടയെടുത്തിരുന്നത് ശരിയല്ലേ? മുട്ടയുടെ അകത്തുള്ള വെള്ള അതിന് വല്ല രുചിയുണ്ടോ? അത് വെറുതെ അങ്ങനെ തിന്നാന്ന് മാത്രമേ ഉള്ളൂ, വലിയ രുചിയുള്ളൂ. അതിൻ്റെ ഉണ്ണിക്കാണ് ടേസ്റ്റ്. അവിടെ പറയണം, മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ. അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയാണ്. ഒരു രുചിയുമില്ല അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും, ഒരു ടേസ്റ്റും ഒന്നുമില്ല. കാരണം രോഗത്താൽ ജോബ് വലയുകയാണ്. ഹല്ലേലൂയ. 7-ാം വാക്യം, എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എൻ്റെ ആഹാരം. എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എൻ്റെ ആഹാരം. ഒന്നും തിന്നാൻ പറ്റണില്ല, പക്ഷേ എല്ലാം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ജോബ് കുറ്റപ്പെടുത്തിയാണ് കർത്താവിനെ. ദൈവം എൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നെങ്കിൽ, എൻ്റെ ആഗ്രഹം സഫലമായിരുന്നെങ്കിൽ, ദൈവം എൻ്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ. ജോബ് പ്രാർത്ഥനയാണ്, നീതിമാനാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ ഒരു രോഗം വന്നപ്പോഴത്തേനും അവൻ ദൈവമായ കർത്താവിനെ കുറ്റം പറയാനും സ്വാഭാവികമാണ്. മനുഷ്യനല്ലേ, ഇത്ര കണ്ടാണ് സഹിക്കാൻ പറ്റുക. ദൈവമായ കർത്താവിനെ പോലെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവ് ഇത്ര വലിയ സാധനങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരു വാക്ക് പോലും ഒരാളെ പോലും വേദനിപ്പിച്ചില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ ആഹാരം, എൻ്റെ ആഗ്രഹവും സഫലമായിരുന്നെങ്കിൽ, അവിടുന്ന് എന്നെ തകർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവിടുന്ന് എന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ, എന്നെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞിരുന്നെങ്കിലോ. ഇതൊക്കെയാണ് ജോബ് കെറുപിറുക്കിയത്. പക്ഷേ യേശുനാഥൻ അത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാത്താനുമായിട്ടൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. അത് ജോബിനെ അറിയില്ല. ഹല്ലേലൂയ. കരം നീട്ടി എന്നെ വിജയിച്ചിരുന്നെങ്കിൽ, യേശുനാഥന്റെ കരം നീട്ടി എന്നെ വിജയിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് ആശ്വാസമായിരുന്നു. അത് എനിക്ക് ആശ്വാസമാവുമായിരുന്നു. ജോബിൻ്റെ എണ്ണിപ്പെറുക്കിയുള്ള വേദനയുടെ സംസാര രീതികളാണ് ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്ത് ഉല്ലസിക്കുമായിരുന്നു. കരം നീട്ടി എന്നെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ. യേശുനാഥന്റെ കരം അവൻ വരാത്തതിൻ്റെ ഒരു കുറ്റബോധം
എടുത്ത് പറയും. അത് വന്നിരുന്നെങ്കിൽ, കണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. വേദനയുടെ നടുവിൽ ഇതൊന്നും എനിക്ക് പറയേണ്ടി വന്നില്ലായിരുന്നു. ഈ വേദനയുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഉല്ലസിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? യേശു തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഇപ്പം അവനതില്ല. ദൈവമായ കർത്താവ് ഇത്രയേറെ അടിയേറ്റുവാങ്ങി, തുപ്പലേറ്റുവാങ്ങി, മുൾക്കിടമണിഞ്ഞ്, ചാട്ടവാർ അടിയേറ്റുവാങ്ങി, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ 3 കാലിരുപാളികളാൽ കുരിശിൽ തൂക്കിയിട്ടപ്പോൾ യേശുനാഥന് ആരെപ്പറ്റിയും പരിവമില്ല, വിഷമമില്ല, കുറ്റം പറയലില്ല. എന്നാൽ അവസാന നിമിഷം യേശുനാഥൻ ചിന്തിക്കുന്നു, പിതാവ് എന്നെ വിട്ടുപോയി. യേശുനാഥൻ ഈ ചെയ്തത് മുഴുവൻ നമ്മൾക്ക് വേണ്ടി പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി. അപ്പൊ കുരിശിൽ 3 കാരുണ്യപാണികളിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷം യേശുനാഥൻ ചിന്തിക്കുകയാണ്, പിതാവ് എന്നെ കൈവിട്ടു. അങ്ങനെ യേശുനാഥൻ അവസാനം വാവിട്ട് നിലവിളിക്കുകയാണ്. ജോബ് പറയണ പോലെ അവസാനം കർത്താവിൻ്റെ കരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആർക്കും ഉല്ലസിക്കാൻ. ഇത് തന്നെയാണ് കർത്താവായ ദൈവമായ കർത്താവിനും കുരിശിൽ സംഭവിച്ചത്. പിതാവേ, നീ എന്നിൽ നിന്ന് അകന്നു പോയോ എന്ന് ചോദിച്ചിട്ട് യേശുനാഥൻ ഹീബ്രു ഭാഷയിൽ ഏലി ഏലി ലമാ ശബാക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടുന്നു? യേശുനാഥൻ കുരിശിൽ കിടന്ന് നിലവിളിച്ചു. പിതാവ് കൈവിട്ടോ? പിതാവ് കൈവിട്ടിട്ടില്ല. പൂർത്തിയാക്കിയാണ് പിതാവ്. അത് തന്നെയാണ് ഇവിടെ ജോബിനെയും പുത്രനായ യേശു കാണിക്കുന്നത്. സാത്താനുമായുള്ള യുദ്ധം പൂർത്തിയാക്കി. ഹല്ലേലൂയ. കുറ്റപ്പെടുന്നുണ്ടെങ്കിലും ജോബ് നസറനായ യേശുവിനെ തള്ളിപ്പറയുന്നില്ല, സ്നേഹിക്കുക. യേശുനാഥനും അത് തന്നെയാണ് കുരിശിൽ കാണിച്ചത്. ഹേലി ഹേലി ലമാ ശബാക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ആരെല്ലാം എന്നെ കൈവിട്ടാലും നീ എന്നെ കൈവിടരുതെന്നുള്ള, കൈവിട്ടുപോയോ എന്നുള്ള ആ വിഷമത്തിൽ യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് കരയുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ നിരസിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ ഞാൻ നിരസിച്ചിട്ടില്ല. ജോബ് പറയും, ഒരിക്കലും ജോബ് വചനത്തെ നിരസിച്ചിട്ടില്ല. അവൻ വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയും. ഹല്ലേലൂയ. 11-ാം വാക്യം, കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? രക്ഷപ്പെടാൻ കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? എൻ്റെ ശക്തി കല്ലുകളോട് ബലമാണോ? എൻ്റെ ശക്തി കരിങ്കല്ലുകളോടുള്ള ബലമാണോ? ഞാൻ മനുഷ്യനല്ലേ, എങ്ങനെ ഞാനിത് സഹിക്കും? ഈ വേദന, ഈ ദുഃഖം എല്ലാം കൂടി കയറി ജോബിനെ അങ്ങോട്ട് പൊതിഞ്ഞിരിക്കും. എൻ്റെ മാംസം പിച്ചളയാണോ? ജോബ് ചോദിക്കുന്നത്, എൻ്റെ മാംസം പിച്ചളയാണോ? അവൻ തന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പിറുപിറുക്കുകയാണ്. കർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല, അവനെ തന്നെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു അമ്മയുടെ പറ്റി പറയുന്നു അല്ലേ, അമ്മേ, നീ എന്തിനെ നിന്റെ മടിയിൽ എന്നെ ലാളിച്ചു? എന്തിനെ നീ എന്നെ ഓമനിച്ചു? എന്തിനെ നീ എനിക്ക് മുലപ്പാൽ തന്നു? ജനിക്കാതിരുന്നതിനുള്ള ചിന്തകളെല്ലാം കുറ്റം പറഞ്ഞിരിക്കുന്നു. എന്നും അവൻ സ്വയം അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ആശ്രയമേറ്റിരിക്കുന്നു. സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോട് ഭക്തിയാണോ ഉപേക്ഷിക്കുന്നത്?
സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോട് ഭക്തിയാണോ ഉപേക്ഷിക്കുന്നത്? എൻ്റെ സഹോദരന്മാർ മലവെള്ളം പോലെ ചതിയന്മാരാണ്. യോബ് പറയുന്നത് ഉടനെ അവരുടെ സഹോദരന്മാരെ എടുത്തിട്ട് എന്താണ്? എൻ്റെ 15-ാം വാക്യം, എൻ്റെ സഹോദരന്മാർ മലവെള്ളം പോലെ ചതിയന്മാരാണ്. ചതിയന്മാർ സ്വന്തക്കാരെ കുറ്റപ്പെടുത്തി കർത്താവിനെ ഒന്നും പറയുന്നില്ല. കർത്താവിൻ്റെ കരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തക്കാരെ എടുത്തിരുന്നു. ഹല്ലേലൂയ. അവർ വേഗം വരണ്ടു പോകുന്നു, അരുവികൾ പോലെയാണ്. അവർ വേഗം വരണ്ടു പോകുന്ന അരുവികൾ പോലെയാണ്. അവയിൽ ഇരുണ്ട ജലത്തിന് പോഷണം മഞ്ഞുകട്ടയാണ്. ഓരോന്ന് പറയുന്നത് അവർ സഹോദരന്മാരെ എടുത്തിട്ട് അവൻ്റെ ജോബിൻ്റെ സഹോദരന്മാരെ കുറ്റം പറയണം. കാരണം അവരൊന്നും കാണാൻ വരുന്നില്ല, അന്വേഷിക്കുന്നില്ല. അപ്പോൾ അവരെ ഓർത്ത് ഒരു ദുഃഖം. മഞ്ഞ് പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു. മഞ്ഞ് പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു. വെള്ളമാണല്ലോ, വെള്ളം അത് പെരുകുന്നു. വേനലിൽ അവ വറ്റിപ്പോകുന്നു. ചൂടേറ്റുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു. മഞ്ഞ് ചൂടേക്കുമ്പോഴത്തേന് അത് ഉരുകിപ്പോയി, വെള്ളമായി. സഹോദരന്മാരെ പറ്റി കുറ്റപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. അവയെ തേടി വഴി വിട്ടു പോകുന്നു. അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു. സഹോദരന്മാരെ പറയുന്നു, അവർ മരുഭൂമിയിൽ പോയി നാശം അടയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ സുന്ദരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോടുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതിയും അതിനെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.